എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് ബസൂക്ക. വലിയൊരു ആവേശം കാണുന്നില്ല ഇവിടെ. അതെന്താന്നുള്ളതാണ് അറിയാത്തത്. എന്ത് പറ്റിയുടെ കൂട്ടാ പറഞ്ഞു, ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു. നിന്റെ വിഷമം എന്തായാലും ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്, ഈ കാണുന്ന എല്ലാം റെഡിയാണ്. പറഞ്ഞു. എനിക്ക് ആവേശം ഭയങ്കരമായിരുന്നു ടീസർ കണ്ടപ്പോ. ഏതിന്റെ? ബസൂക്കന്റെ. പക്ഷെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പം കുറച്ചൊരു കമ്മി. കുറച്ച് ടീസർ ആയിരുന്നു സൂപ്പർ. അത് സത്യമല്ലേ, ടീസർ ആയിരുന്നു കിടക്കാച്ച സാധനം. അങ്ങനെയായിരുന്നു. അത് ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു ടീസർ. ട്രെയിലർ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ടീസർ ഗംഭീര സാധനമായിരുന്നു അല്ലേ? അതാണ് നിന്റെ വിഷമം? അത് മാത്രല്ല എന്റെ വിഷമം. അത് മാത്രല്ല വിഷമം. മത്താഴ്ച ഉണ്ടോന്ന് ചോദിച്ചില്ലേ? ഇല്ല, ഉണ്ടില്ല. അതാണ് നിന്റെ വിഷമം. ഓക്കെ, ഗുഡ് ബാഡകളി അതൊരു വിഷമാ. അത് രണ്ടും ഒരു ദിവസം വരുന്നത് കൊണ്ട് എനിക്ക് ബസൂക്കയും കാണണം ഇതും കാണണം. അത് വൻ പ്രശ്നമല്ലേ? ഇത്രേ ഉള്ളു എന്റെ വിഷമം. അതായത് ഒന്നും തരുന്നില്ല ബസൂക്കന്റെ ടീം. അത് പോട്ടെ, അതൊക്കെ ഞാൻ അങ്ങ് സഹിച്ചു. അതായത് ഇതിനുള്ള ഹൈപ്പ് ഇപ്പൊ 2 വർഷത്തോളം അടുത്തായി ഇത് പെട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. വർക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ റിലീസിനോട് അടുക്കുമ്പോൾ ഇവരുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തോ ഒരു ടെൻഷൻ, എന്തോ ഒരു പേടി ആളുടെ മനസ്സിൽ കടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലേക്കൊരു തോന്നൽ, ഗുഡ് ബാഡ് അഗ്ലി കണ്ടാലോ? സത്യം അതല്ലേ? സത്യം, പരമാർത്ഥം. അത് പറയുന്നതിന് എനിക്കൊരു മടിയില്ല. കാരണം അവരുടെയൊക്കെ ഒരു സിനിമ വരുമ്പോൾ നമുക്കറിയാം, സിനിമ വരുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന ഒരു പ്രൊമോഷൻ കൊടുത്തില്ലെങ്കിൽ ആ സിനിമ എന്താ പറയാ, ഇതിന് മുന്നേ നമ്മൾ ഡൊമിനിക് നമ്മൾ കണ്ടതാ. സിനിമയ്ക്ക് അതിൻ്റെതായ പ്രൊമോഷൻ കൊടുക്കണം അതിന്റെ റിലീസിന് മുന്നേ. ഗുഡ് ബാഡ് അഗ്ലിയൊക്കെ അവർ കിടിലനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് ഇന്നലെ ഒരു പ്രൊമോ ഇറക്കി വിട്ടതല്ലാണ്ട് വേറെ ഇത് ഇനി ആകെ ഉള്ളത് 4 ദിവസം 5 ദിവസം. അത് മാത്രല്ല, ഏപ്രിൽ 10 വരുന്ന സിനിമകളുടെ എണ്ണം, അതും എണ്ണം പറഞ്ഞ സിനിമകളാണ് വരുന്നത്. ഒന്ന് ഗുഡ് ബാഡ് അഗ്ലി അജിത്തിന്റെ സിനിമ, മറ്റൊന്ന് ആലപ്പുഴ ജിംഖാന നസ്ലൻ നായകനാവുന്ന സിനിമ, അപ്പുറത്ത് ബേസിൽ ജോസഫ് മരണമാസ്. ഇതിന്റെ ഇടയ്ക്ക് കിടന്നിട്ട് ഈ സിനിമയും കാണും അടിയിൽ പോയാണ്ടല്ലോ മമ്മൂക്ക ഫാൻസ് ഒക്കെ തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരും. കാരണം ഇപ്പൊ വിഷമം മനസ്സിലായി. കാരണം വിഷമം മനസ്സിലായല്ലോ, അവിടെ നിന്നോട്ടെ. കാരണം ഇത് ഈ പിള്ളേരുടെ മുന്നിലാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരിക. വേറെ കാര്യം പറയട്ടെ, ഫാൻസിന്റെ ഇടയിൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായി. നിനക്ക് വിഷമുണ്ട്, ഞാൻ എന്റെ വിഷമം പറയട്ടെ. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ കാണാനാണ് എന്റെ തീരുമാനം. അതായത് ഫസ്റ്റ് ഷോ അങ്ങനെയാണല്ലോ നമ്മളെ. അല്ല, ആലോചിക്കാം, ദിവസങ്ങൾ ഇനിയുണ്ടല്ലോ. അല്ല, റിലീസിന് ഡേറ്റ് സമയം ഇഷ്ടം പോലെ. അതായത് 9 മണിക്കാണ് ഫസ്റ്റ് ഷോ 2 സിനിമയുടെയും പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ. പക്ഷെ ഇവിടെ മേ ബി 2 സിനിമ 9 മണിക്ക് വരുന്നില്ലെങ്കിൽ 11 മണിക്ക് 2 സിനിമ ഒരുമിച്ച് വന്നാൽ ഇവൻ ബസൂക്കക്ക് കയറും, ഞാൻ ഗുഡ് ബാഡ് അഗ്ലിക്ക് കയറും. ഓക്കെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ 9 മണിക്ക് ഇവിടെ ഫാൻസൊക്കെ ഞങ്ങൾ ആളെ കയറ്റിക്കോളാം, തിയേറ്ററിൽ ആളുണ്ടാകുമെന്ന് ഒരു ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ 9 മണിക്ക് ഇവർ ഷോ ഇടും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആദ്യം ഒരുമിച്ചിരുന്ന് ബസൂക്ക കാണും. അതൊക്കെ അതിൻ്റെ ടെൻഷനല്ല. പക്ഷേ ആദ്യം ഗുഡ് ബാഡ് അഗ്ലി കാണേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു സിനിമ മുന്നിൽ കിടക്കുന്നുണ്ട്, ഓർമ്മ ഉണ്ടോ? പിന്നെ മാർക്ക് ആൻ്റണി. ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് വന്ന സിനിമയാണ്. അത് ഞങ്ങൾക്ക് ഒട്ടും വർക്കായിട്ടുണ്ടായിരുന്നില്ല. അതിലെ കാട്ടിക്കൂട്ടൽ പരിപാടി കൊണ്ടല്ല, അതൊക്കെ അപ്പുറം ചില സംഭവങ്ങൾ നമുക്ക് തീരെ വർക്കായിട്ടില്ല അതിൽ. പക്ഷെ അങ്ങനെ സംഭവിക്കും ചെയ്യുമല്ലോ. ഇവരുടെ ടീസറും ട്രെയിലറും എന്തൊരു ഗംഭീരമായിരുന്നു. മാർക്കാനാണ് ഒരു രക്ഷയില്ലായിരുന്നു ടീസറും ട്രെയിലറും ഒക്കെ. അതിപ്പോ ഗുഡ് ബാഡ് അഗ്ലി ഇപ്പൊ അതൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ പേടിയില്ല അതില്, അതൊരു സത്യം. അങ്ങനെ പേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ തുല്യ ദുഃഖിതരാണ്. ഈ മറ്റേ ആ സിനിമ വൻ ഹിറ്റായിരുന്നു കേട്ടോ, മാർക്ക് ആന്റണി. പക്ഷെ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ അന്ന് സിനിമ കണ്ട തിയേറ്ററിലുണ്ടായിരുന്ന ഒരു മനുഷ്യനത് പിടിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാവരുടെയും അവസ്ഥ വളരെ ദയനീയമായിരുന്നു അന്ന് ഇറങ്ങാൻ നേരത്ത്. തിയേറ്റർ കൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അന്ന് ശരിക്കും അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജി വി പ്രകാശ് ഒരു രക്ഷയില്ലാത്ത മ്യൂസിക് ഡയറക്ടറാണ്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പേഴ്സണലി ഞങ്ങൾക്ക് 2 പേർക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആള് വെറുപ്പിച്ചൊരു സിനിമയാണ് ഞങ്ങൾക്ക് മാർക്ക് ആന്റണി. അയ്യോ
ഇടയ്ക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു പോയി ഒന്ന് ഓഫ് ചെയ്യുമോന്ന്, കാരണം ചെവി അടിച്ചു പോണ പോലെ ഫീലായിരുന്നു. അതോ അതിനകത്തൊക്കെ ഏറ്റവും വലിയ കോമഡി ഉണ്ട്. ഇത് അന്നൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് മറ്റേ കാസർഗോഡിൽ റിലീസ് ചെയ്ത ദിവസമാണ്. കാസർഗോഡും ഈ സിനിമ ഒരുമിച്ചാണ് വന്നത്. അതില് കാസർഗോഡിന് പോകാൻ വേണ്ടി ഇവന്റെ ഒരു ഫാമിലിയിലെ ഒരു ടീം കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ, കപ്പിൾസാ. അവര് വന്ന് കാസർഗോഡിന് ടിക്കറ്റ് എടുത്തു. അതിൽ അവിടെ പോയിട്ട് പറഞ്ഞു കാസർഗോഡ് ഒരു എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ഒന്നും പുറത്തു വന്നിട്ടില്ല, മാർക്ക് ആന്റണി കിഡിലനാണെന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് റിപ്പോർട്ടൊക്കെ വരുന്നത്. എന്നിട്ട് സൂപ്പർ പടമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കയറ്റി കൊണ്ടുപോയി. സത്യത്തിൽ പറഞ്ഞതോ അവനെ കയറ്റാൻ വേണ്ടി പറഞ്ഞത്. അല്ലാതെ എന്താ, അവർ രണ്ടുപേരും കാസർഗോഡിന് അന്ന് തിരക്ക് കുറവാ, സിനിമയ്ക്ക് ആള് കുറവാ. അപ്പൊ ആ സിനിമേന്റെ ടിക്കറ്റ് എന്നിട്ട് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുക ചെയ്ത്, അവരെടുത്ത ടിക്കറ്റ് ഞാൻ വേറെ ടീമിന് കൊണ്ട് കൊടുത്തു. ഇവര് രണ്ടുപേരും സിനിമ കണ്ട് ഇന്റർവെല്ലിന്റെ സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങാൻ നേരത്ത് അവരവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അവര് നോക്കിയിട്ട് ഒരു ചിരി ഇരിച്ചു, ഒന്നും പറഞ്ഞില്ല, ഒരു നൈസ് ഒരു ചിരി. ക്ലൈമാക്സ് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങി വരാൻ നേരത്ത് ഇവ നേരത്തെ പറഞ്ഞില്ലേ ഫോൺ ചെയ്തിട്ടേ എടാ അതൊന്ന് നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു വന്നു സൗണ്ട് കൊണ്ട്. അതേപോലെ ഇവന് വിളിക്കേണ്ടി വന്നു, എടാ അതൊന്നും കൂടെ ഇടാൻ പറ്റുമോ, കാരണം ഈ തെറി കേൾക്കാൻ പാടില്ല. അതിന്റെ മുമ്പ് ആ പെൺകുട്ടീന്റെ അവന്റെ മുഖം കൊണ്ട് മാറിയിട്ടേ ഇത് എന്ത് അജാതി അവസ്ഥയില് എത്തിച്ചതാണ് അവരെ. അതെ, എല്ലാവർക്കും ഇങ്ങനൊരു എക്സ്പീരിയൻസ് അല്ല, അതൊരു സത്യമാണോ, നമ്മുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇന്നലെ ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നപ്പോൾ അത് റിയാക്ഷൻ ചെയ്തപ്പോൾ അതിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, വെരി സോറി ടു സേ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, നിങ്ങളുടെ കപ്പ് ഓഫ് ടീ അല്ല ഇത്. എന്റെ കപ്പ് ഓഫ് ടീ ആണ് ആ കമന്റ് ഇട്ട ആളുടെ, പക്ഷെ എന്നാൽ നിങ്ങളുടെ അല്ലാന്ന്. അതൊരു സത്യമായിരിക്കും. അത് ആള് ആദിക് രവിചന്ദ്രൻ, ആളുടെ മുന്നത്തെ മാർക്ക് ആന്റണി, ഇതൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ജപ്പാൻ, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട് ഈ ഒരു സാധനം, ഈ ഒരു ട്രാക്ക് പിടിച്ചിട്ടുള്ള ഈ രീതിയിലുള്ള. അതെ, ഇതൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. ജപ്പാൻ ആദിക് രവിചന്ദ്രന്റെ സിനിമ അതല്ലട്ടോ പറഞ്ഞ, ഇങ്ങനത്തെ ടൈപ്പ് ആയിട്ടുള്ള സിനിമ, ഈ ഒരു ടൈപ്പിലുള്ള സിനിമകൾ നമുക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട് കേട്ടോ, അതില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ മാർക്ക് ആന്റണി ഒക്കെ എൻജോയ് ചെയ്തിരുന്നിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മളെ അന്ന് പൂര തെറിയായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മള് മോശമെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ അന്നാണ് ഫുള്ള് തന്ത വൈബ് എന്നൊക്കെ വിളിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ല. അങ്ങ് തന്ത വൈബ് ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. ശരിയായിരിക്കാം. അതിന്റെ ക്ലൈമാക്സ് വരെ അടിക്കൂടെ ആൾക്കാർ നമ്മള് റിവ്യൂല് പറഞ്ഞതാണ്. അനാക്കോണ്ട അല്ലേ? അനാക്കോണ്ട പലർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, അത് പിന്നീട് മനസ്സിലായിട്ടുണ്ടാവും. മീറ്റ് മൈ അനാക്കോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, എന്തായാലും അന്ന് റിലീസാവുന്ന സിനിമകളിൽ ഇത് മാത്രമല്ലല്ലോ. അതെ, ആലപ്പുഴ ജിംഖാനന്റെ നസ്ലൻ നായകനാവുന്ന സിനിമ, ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമ, അതും ഇവിടെ ഒരു വലിയൊരു വിഷമത്തിന് കാരണമാകുന്നുണ്ട്. അതൊരു യൂത്ത് ഒരു വിഭാഗം കൊണ്ട് വരുവാണ്. അത് മരണമാസം ഉണ്ട്, ബേസിൽ ജോസഫ്, ഇപ്പത്തെ ജനപ്രിയ നായകനാണ് ബേസിൽ ജോസഫ്. ഇതിന് എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നസ്ലൻ ആ ഒരു ടീമിന്റെ ആരാധകരുണ്ട്, അതേപോലെ തന്നെയാണ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ആളാണ് ബേസിൽ ജോസഫ്. അതായത് 2K എന്നുള്ളത് മാത്രമല്ല, ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടമാണ് ബേസിൽ ജോസഫിനെ. അതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വൈബ് അവിടെ ഉണ്ട്. അതുപോലത്തെ വേറൊരു വൈബാണ് നമ്മുടെ നസ്ലന്റെ. അപ്പോൾ നമുക്ക് അന്നത്തെ ഇതിൽ ഞങ്ങൾക്ക് ഇത് ഒരു വലിയൊരു വിഷമായി വരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ഷോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ സിനിമക്ക് മാറി കയറും. എന്തായാലും അപ്പോൾ നമ്മുടെ ടെൻഷൻ ഇതാണ് എന്നുള്ളത്. ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ അങ്ങനെ വലിയ ഒരു സംഭവമായിട്ട് അങ്ങ് സെലക്ട് ചെയ്യാൻ നിനക്ക് വലിയ ഡൗട്ടൊന്നും വേണ്ട, ബസൂക്കൊക്കെ തന്നെ കയറിക്കോന്ന് മാറി പിടിക്കണ്ടെങ്കിൽ അവൻ. ഓക്കെ, എന്തായാലും ഞാൻ ബസൂക്ക കാണുന്ന ഞാൻ ഉറപ്പിച്ചതാണ്. ഞാൻ പിന്നെ തമാശക്ക് ഇങ്ങനെ പറയുന്നു ഉള്ളൂ. എന്തായാലും ബസൂക്ക ഉറപ്പായിട്ടും ഞാൻ കണ്ടിരിക്കും. രണ്ടുപേരും കണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ ഈ ഷോയിന്റെ ടൈമിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്ക് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത് കേട്ടോ. അല്ലാതെ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അതിന്റെ വൈബ് നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഞങ്ങളുടെ കൂടെ വരാറുണ്ട് കുറച്ച് ആൾക്കാര്, അവർക്കറിയാം ഞങ്ങളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുമ്പോഴുള്ള വൈബ് എന്താണ്. ഒരാൾ UK പോയിട്ട് വരെ വിളിച്ചിങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര മിസ്സാകുന്നു നിങ്ങളുടെ കൂടെയുള്ള തിയേറ്റർ വരെ കാണും അങ്ങനെ പറയുന്ന. അപ്പം അത് ഡ്രീം ലൈഫ് അത് അയ്യോ അത് പറഞ്ഞാൽ മനസ്സിലാവൂല. അത് എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ചിരിക്കാൻ ചാൻസ് കിട്ടിയാൽ അത് കാണിച്ചു തരും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള സിനിമ കൂടി ആണെങ്കിൽ നമ്മൾ അതെ, അതൊരു വൈബാണ് കേട്ടോ. അപ്പൊ എന്തായാലും പോവല്ലേ?
ആ പോവാം. ഇതെങ്ങോട്ടാ ഇപ്പൊ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. തിയേറ്ററിലേക്ക് ആണല്ലേ? അപ്പൊ പോകുന്നത് വെച്ചാൽ തിയേറ്ററിലേക്കാണ്. ഏതിന് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. അതിനാണ് ഈ വീഡിയോ. അതാണ് എന്താണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.